ഇൻഫാക്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആരിൽ നിന്നും നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ട ഒരു അമ്മ അംഗത്തിൽ നിന്നും ഒരു എതിരഭിപ്രായമില്ലായിരുന്നു. I'm sorry? This meeting today was fruitful. What do you think? Yeah, I believe so. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ജനറൽ ബോഡി യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. പിന്നീട് ഇപ്പോൾ വന്നൊരു തീരുമാനം, ഒരു ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കാൻ ഒരു സംഘടനയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. പോലീസിന് നിഗമനം ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെ. അതിനെ തുടർന്ന് ഇന്നൊരു യോഗം കൂടുകയും തൃപ്തികരമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് കുറെ വർഷമായി നിലകൊള്ളുന്ന ആളുകളാണ് അമ്മയുടെ നേതൃത്വത്തിൽ. അവരെ ഇതിൽ നേതൃത്വത്തിൽ മാറുന്ന ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചർച്ച എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അത്തരം ആഗ്രഹങ്ങളൊന്നുമില്ല. അത്തരം ചർച്ചകൾ ഇനി അടുത്ത ഔപചാരികമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരിക്കും ഉന്നയിക്കപ്പെടുന്നത്. അത് ഉന്നയിക്കപ്പെടുകയും അത്തരം ചർച്ചകളിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളെ ഒരു സംഘടനാ തലത്തിൽ ഞങ്ങളത് അറിയിക്കും. ഒരാൾ ചോദിക്കും. സോറി, എത്രത്തോളം pressure ഇട്ടിട്ടുണ്ട് on അമ്മ to actually come out and support the survivor. See, I can only speak for the one meeting I was part of. ഇന്ന് ഇവിടെ നടന്ന മീറ്റിംഗിൽ ഇന്ന് വിമൻ മെമ്പേഴ്സിൻ്റെ ഒരു എക്സ്ട്രാ പ്രഷറെന്നോ അല്ലെങ്കിൽ സ്ത്രീ മെമ്പറുകൾ ആയതുകൊണ്ടൊരു പ്രത്യേക മുൻഗണന എടുത്തുവെന്നോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ഇൻഫാക്ട് നമ്മൾ അവിടെ എത്തി വിത്തിൻ അബൌട്ട് 5 minutes മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് വർ ടേക്കൺ. കാരണം എല്ലാവരും യുണാനിമസ്ലി അത് അഗ്രി ചെയ്തു. അതിന് അപ്പുറം സമയമെടുത്തത് ഹൗ ടു വേർഡ് ഇറ്റ്, ഹൗ ടു റിലീസ് ദ സ്റ്റേറ്റ്മെന്റ് ടു ദ പ്രസ്, എത്തരം വാക്കുകൾ എത്തരം വാക്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, ഇത്തരം തീരുമാനങ്ങൾക്കാണ് സമയമെടുത്തത്. നമ്മൾ എടുത്ത തീരുമാനങ്ങൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 minute-നകം ഇറ്റ് വാസ് ഓൾ ഡൺ. ഈ സിനിമയിൽ ക്രിമിനലുകൾ ഇനിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേട്ടില്ല. സിനിമയിൽ ക്രിമിനലുകൾ ഇനിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ഈ നടിക്കെതിരെ മോശം പരാമർശം നടത്തിയ അജു വർഗീസ്, സലീം കുമാർ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു. ഇവർക്കെതിരെ ഉള്ള നടപടി എന്നതിലുപരി ഇവർ നടിക്കെതിരെ മോശമായ പരാമർശം ഏത് മാധ്യമങ്ങളിലൂടെ നടത്തിയവരാണെങ്കിലും അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും തുടർന്ന് അങ്ങനെ സംഭവിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇന്ന് നിങ്ങൾക്ക് തന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്നെടുത്ത തീരുമാനം അതാണ്. അതിനോട് ഞാനും യോജിക്കുന്നു. Absolutely not. Absolutely not. Nobody has a right to shame a victim. No, not the victim. Yeah. So when a producer on a national channel took the survivor's name and said she was at fault, appo a case was registered, Women's Commission registered a case against. Yeah, good. Appo name cheydirnu. But then അജു വർഗീസ്, സലീം കുമാർ എല്ലാം ഒരു വിരുദ്ധമായ ഒരു കമന്റ് പറഞ്ഞതില് അവരുടെ നെയിം എടുത്തിട്ടല്ല അമ്മ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. So why is that? Do you think name ചെയ്ത് ഇറക്കിയിരുന്നെങ്കിൽ it would have sent across a stronger message? I believe this is stronger. Rather than naming anybody, to put out a general statement that will blanket trap every member of Amma, warning them that any further statements that will prove hurtful to our member who's gone through this experience will warrant stern action എന്നുള്ളതാണ് കുറച്ചുകൂടി സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയ വിഷയത്തിൽ പൃഥ്വിരാജിൻ്റെ പ്രതികരണമാണ് കണ്ടത്. തീരുമാനം അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയ തീരുമാനം ഐക്യകണ്ഠേനയാണ് എടുത്തത് എന്നും പൃഥ്വിരാജ് ഇന്നത്തെ നിലപാടിൽ നിങ്ങൾ തൃപ്തരാണോ പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും. ബിക്കോസ് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ 2 WCCയിലും ഒരു അംഗമാണ്, അതേപോലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഞാനൊരു മെമ്പറാണ്. അപ്പോൾ അന്നത്തെ അമ്മയുടെ നിലപാടിൽ എനിക്കും ഒരു പേഴ്സണലി അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആസ് എ WCC ഞാൻ ആസ് എക്സിക്യൂട്ടീവ് മെമ്പർ ഞാൻ റെസ്പോൺസിബിളുമാണ്. ആസ് WCC എനിക്ക് റേസ് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന് അടിയന്തരമായി വിളിച്ചപ്പോൾ ഞാൻ വരികയും ഞങ്ങളെല്ലാവരും വളരെ ഏകകണ്ഠമായി ഞങ്ങൾ പറഞ്ഞു